അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ തൊട്ടടുത്തുള്ള ചായഗുരു കൂത്താട്ടോളം ചായഗുരു പോയിട്ട് നമ്മുടെ സ്ഥിരം സ്പോട്ടാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂത്താട്ടോളത്ത് പോകുമ്പോൾ ചായ കുടിക്കുന്നുണ്ട്. ചായ ഇല്ല കേട്ടോ, ബൂസ്റ്റ്, നല്ല ഒന്നാന്തരം ബൂസ്റ്റ് ഉണ്ട്. ബൂസ്റ്റും പിന്നെ മോമോസാണ് എൻ്റെ ഫേവറേറ്റ്. കാരണം ഞാൻ വേറെ ഇങ്ങനെ ഒരു പ്രാവശ്യം എവിടെ നിന്നോ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ കഴിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. വേറെ എവിടെ നിന്നും കഴിക്കാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇവിടുത്തെ മോമോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൈഡ് ആണെങ്കിലും ശരി, സ്റ്റീംഡ് ആണെങ്കിലും ശരി. അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ നമ്മൾ നല്ല ആസ്വദിച്ച് ബൂസ്റ്റ് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോയത് മോനിപ്പള്ളിക്കാട്ടോ. മോനിപ്പള്ളിക്ക് വിനുവാണ് നമ്മുടെ ഓഫീസും അടയ്ക്കണമായിരുന്നു. പിന്നെ എൻ്റെ പിരികം പിള്ളേച്ചൻ്റെ മീശമാധവനിലെ പിള്ളേച്ചൻ്റെ പിരികം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ത്രെഡ് ചെയ്യാമല്ലോ എന്ന് ഓർത്താണ് നമ്മുടെ സ്വന്തം കടയായ അമ്പിളി ചേച്ചിയുടെ ബീഫ് ബ്യൂട്ടി കെയർ അവിടെ പോയത്. കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കടയാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ചേച്ചിക്ക് കസ്റ്റമറുണ്ട്. ഒരു രക്ഷയില്ല. ചേച്ചി അടയ്ക്കാറും ആയിരുന്നു കേട്ടോ, സമയം വൈകുന്നേരം ആയിരുന്നു. അപ്പോൾ അടയ്ക്കാറും ആയതുകൊണ്ട് ചേച്ചിക്ക് കസ്റ്റമറും ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അപ്പം കുഞ്ഞിൻ്റെ മുട്ട അടിച്ച് എന്തിനാന്നൊക്കെ ചേച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ കൺസെപ്റ്റിലോട്ട് കയറി കേട്ടോ. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളുടെ ഇൻറ്റീരിയറും കൺസ്ട്രക്ഷനും ആർക്കിടെക്ചർ, പിന്നെന്താ പറയുക, നമ്മുടെ പ്ലാനിങ് അപ്രൂവൽ എസ്റ്റിമേഷനൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു ചെറിയൊരു സ്ഥാപനം കേട്ടോ. ഇത് തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ 1 വർഷത്തിന് മുകളിലായി. നമ്മൾ മോനിപ്പള്ളിയിലാട്ടോ ഇത് ചെയ്യുന്നത്. മോനിപ്പള്ളിയിൽ നമ്മുടെ മാർട്ടിൻ്റെയൊക്കെ മുകളിൽ നമ്മുടെ അമ്പിളി ചേച്ചിയുടെ ബീഫേമിൻ്റെ തൊട്ടിപ്പുറയായിട്ടാട്ടോ നമ്മുടെ സ്ഥാപനം. അവിടെ നിന്നിറങ്ങി പിന്നെ നമ്മൾ അമ്മയും കൊണ്ടാട്ടോ വന്നത്. അമ്മയും വിളിച്ചു, ചിക്കനും മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറൊന്നുമല്ല, നമ്മുടെ കിൻഡർ ജോയ് മേടിച്ചതിൻ്റെ കളിപ്പാട്ട് എന്താണെന്നറിയാനുള്ള ജിജ്ഞാസയിൽ നോക്കി നിൽക്കുകയാണ് നമ്മൾ. മണ്ണിന് മരങ്ങൾ ഭാരം അവരിടുന്നൊരു ഭാരം കൂടൊഴിഞ്ഞ പക്ഷികൾ പക്ഷിക്ക് ചിറക് ഭാരം ചിറകുണ്ടു വല ഭാരം തൂവലോ അതിലും ഭാരം കാട്ടിലാടും കോലം. ഇതിടും ഒരു 5 മാസം ഗർഭിണിയായ യുവതിനെ കൊണ്ട് ഉള്ളി അരിയിക്കുന്ന ഭർത്താവ്, ക്രൂരൻ. ചിക്കൻ മേടിച്ച വിനുവാണ് കേട്ടോ മാസ്റ്റർ ഷെഫ്. അപ്പോൾ വിനുവേട്ടൻ ചിക്കനൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ അങ്ങനെ ലൂസ് ഡ്രസ്സ് ഇട്ട് എന്നെ കളിയാക്കും കേട്ടോ. നമ്മുടെ ഈ സമയത്ത് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒരു സുഖം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഡ്രസ്സ് എടുത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ അതിന് കളിയാക്കുമായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി കുഞ്ഞിനുള്ളതും വിനുവേട്ടൻ കൊടുത്തു. അപ്പം ചപ്പാത്തി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു ഗൈസ്.